ചേച്ചി, എന്താണ് ഈ പോലീസുകാർ നിങ്ങളോട് എങ്ങനെ പെരുമാറിയത്? അവിടുന്ന് എന്താ സംഭവിച്ചെന്ന്? ആക്ച്വലി ശബ്ദം കേട്ടിട്ടാണ് ഞങ്ങൾ ഓടിച്ചത്. ഞങ്ങൾ ലേഡീസ് താഴെ നിന്നിരുന്നു. ഇവര് മനുഷ്യനെ അടിക്കുന്നു എന്നുള്ള ഒച്ച കേട്ട് ലിജിൽ പറയുന്നത് കേട്ടിട്ടാണ് ഞങ്ങൾ ഓടിച്ചെല്ലുന്നത്. ഓടിച്ചെല്ലുമ്പം അടി കൊടുത്ത് നിലത്ത് വീണ് കിടക്കുകയായിരുന്നു. അത് കണ്ട് പേടിച്ച് ഞാൻ അകത്തേക്ക് കയറി ചെന്നിട്ടും ഇറങ്ങിപ്പോ, നിങ്ങൾക്ക് ഇതിന്റെ ഉള്ളിൽ കയറാൻ അവകാശമില്ല എന്ന് പറഞ്ഞിട്ട് ഇറങ്ങിപ്പോന്ന് പറഞ്ഞിട്ട് കൈ പിടിച്ച് മാറ്റുകയാണ് ചെയ്തത്. അതിനുശേഷം ഞങ്ങൾ എല്ലാവരുടെയും ഫോൺ, ഒരാൾ വീഡിയോ എടുക്കാൻ നോക്കി, അപ്പോഴത്തേക്കും ഞങ്ങളുടെ എല്ലാവരുടെയും ഫോൺ അവർ തട്ടിപ്പറിച്ച് മാറ്റി വെച്ചു. അതിനുശേഷം ഞങ്ങളെ മാറ്റി നിർത്തി. അതിന്റെ ഉള്ളിൽ കയറാൻ സമ്മതിച്ചില്ല. വേറൊരു ഭാഗത്തേക്ക് മാറ്റി അവിടെ നിർത്തിയിട്ട് ചോദിച്ചു, ഭീഷണിപ്പെടുന്ന രീതിയിൽ തന്നെ ചോദിച്ചു, എന്താ നിന്റെ ഭർത്താവല്ലേ, അവന് എത്ര വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട്, അവന്റെ റാങ്ക് എന്താന്ന് നിനക്കറിയോ, ഞാൻ ആരാണെന്ന് നിനക്കറിയോ, എന്റെ റാങ്ക് എന്താന്ന് നിനക്കറിയോ, ഞാൻ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ അവന്റെ ജോലി തെറിപ്പിക്കാൻ വരെ എനിക്ക് അധികാരമുണ്ട്, അത് നിനക്കറിയോ, അങ്ങനെയൊക്കെ ശരിക്കും ഭീഷണിപ്പെടുത്തുകയാണ് ചെയ്തത്. ഭീഷണിപ്പെടുത്തിയപ്പോൾ ഞാൻ കരഞ്ഞു പറഞ്ഞു, സാർ ഞങ്ങൾക്ക് ഒരു പരാതിയില്ല, ഞങ്ങൾ എങ്ങനെയെങ്കിലും ഒന്ന് ഒഴിവാക്കി തരുന്ന ഞങ്ങൾ കരഞ്ഞു പറഞ്ഞിട്ടാണ് അവിടെ നിന്ന് ഒഴിവായി വന്നത്. ശരിക്കും ഭയന്നു? തീർച്ചയായും ഭയന്നു പോയി. കാരണം ലൈഫിൽ ആദ്യത്തെ എക്സ്പീരിയൻസ് ആണ്. ഒരു പോലീസ് സ്റ്റേഷനിൽ കയറുക എന്ന് പറയുന്നത് സാധാരണക്കാരായ ജനങ്ങളാണല്ലോ. നമ്മൾ ഒരിക്കലും വിചാരിക്കുന്നില്ല ഇങ്ങനെ ഒരു അവസ്ഥയിൽ പോലീസ് സ്റ്റേഷനിൽ കയറേണ്ടി വരും. എത്ര സൗണ്ട്, ബഹളം, അടി, ഒച്ചപ്പാട്, ബഹളം, ഇത് നമ്മൾ ലൈഫിൽ ഇതുവരെ എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ല. അതിന്റെ ഒരു ബുദ്ധിമുട്ട് ശരിക്കും ഉണ്ടായിരുന്നു. എസ്ഐയും 2 പോലീസുകാരും തന്നെ നല്ല മണം ഉണ്ടായിരുന്നു. നമുക്കിപ്പം നമ്മൾ അങ്ങനെയാണല്ലോ നമ്മൾ തിരിച്ചറിയാം. നല്ല മണം ഉണ്ടായിരുന്നു. അവരുടെ അടുത്തേക്ക് അടുക്കാൻ പറ്റില്ല, നല്ല മണം ഉണ്ടായിരുന്നു.